ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖം എല്ലാവർക്കും കേട്ടോ. ഇന്ന് ഞങ്ങളൊരു പഴം നിറച്ചതായിട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഒരു 3 പഴം നിറയ്ക്കാക്കിയപ്പോൾ അതിന് വേണ്ട തേങ്ങ, അതാ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് പാലിലിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് നെയ്യിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നെയ്യിട്ട് അതൊന്ന് ഉരുകി വരട്ടെ. അതിലേക്ക് നമുക്ക് ലേശം മുന്തിരി, അണ്ടി ഉണ്ടെങ്കിൽ അണ്ടിയും ഇടാം. അണ്ടി മുന്തിരി ഇട്ടെടുക്കാം കേട്ടോ. പക്ഷെ അണ്ടി നമ്മളെ കയ്യിലില്ല, അതിനെ കൊണ്ട് മുന്തിരി മാത്രമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. കൊന്ന് നല്ലോണം വീർത്ത് വരട്ടെ കേട്ടോ. ഒന്ന് താളി വന്ന് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ തേങ്ങ ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് ഇതാവണ വരെ ഒന്ന് ഇതായാൽ മതി, താളിയാൽ മതി, ഓവറാവണ്ട. അപ്പോൾ അതൊന്ന് താളി ഇങ്ങോട്ട് വന്നാൽ അതിലേക്ക് ഇത്തിരി പഞ്ചസാര ഇട്ടെടുക്കണം. കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. വണ്ടിയും നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളെ കയ്യിലില്ല, മുന്തിരി മാത്രം ഇട്ടത്. 2 സ്പൂണ് പഞ്ചസാര ഇട്ട് അപ്പോൾ അതൊന്ന് അതിൽ മിക്സാക്കി എടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ഇതായാൽ മതി, ഓവറാവണ്ട. ഒന്നിങ്ങനെ താഴെ വന്നാൽ മതി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് അതിൻ്റെ ബട്ടൺ തൊടണേ. നമുക്കതിലേക്ക് വേണ്ട പൊടി അത് പഴം നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓസൊന്ന് അടയ്ക്കണ്ട. അതിന് വേണ്ട പൊടി നമ്മൾ ഒന്ന് കലക്കിയിട്ടെടുക്കട്ടോ. അതിൽ 2 സ്പൂണ് മൈദ ഇട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇടട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു നുള്ളുപ്പിട്ട് നമുക്കൊരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു മഴത്ത് നമുക്കതൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഒന്ന് കലക്കി നമുക്ക് അതിൽ തേക്കാൻ പറ്റിയൊരു പാകത്തിലാക്കിയെടുക്കാം മാവ് കേട്ടോ. മാവ് റെഡിയായി. അപ്പം നമുക്ക് നമ്മളെ തേങ്ങ ലേശം ഏലക്കായ് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ഏലക്കായ് പൊടിച്ചത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പഴം നിറയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റായൊരു പഴം നിറച്ചതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കി ഒന്ന് കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഉള്ളിലെത്തും. പഴമെല്ലാം ഒന്ന് നിറച്ച്
അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ വെച്ചിട്ടോ പൊടിയൊക്കെ ഒന്ന് ആക്കി നമുക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ. ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചെടുത്ത് അതിലോരോന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഓയിൽ നല്ലോണം ഒന്ന് പതച്ച് വരട്ടെ കേട്ടോ. അപ്പം നമ്മളതിലേക്ക് പഴം ഇട്ടെടുത്ത് ഇനി അടുത്തത് നമുക്ക് ഇട്ടുകൊടുക്കാം. ആകെ 4 പഴമുള്ളപ്പോൾ നമുക്കതതിൽ ഇടാനുള്ളതേ ഉള്ളൂ കേട്ടോ. എല്ലാം അതിൽ തന്നെ നിരത്തി വെച്ച് ഒന്ന് പൊരിച്ചെടുക്കാം. ഒന്ന് മുരിഞ്ഞ് വരട്ടുന്നുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടണമല്ലോ. നമുക്കൊക്കെ ഒന്ന് മറിച്ച് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പഴമെല്ലാം വന്നത് ഞങ്ങൾക്ക് ഒന്ന് കോരിയെടുക്കാം കേട്ടോ. ഒക്കെ റെഡിയായി. അപ്പം നമ്മളെ പഴം നിറച്ചതൊക്കെ ഇവിടെ റെഡിയായി. ഒന്നും കൂടെ റെഡിയാവാൻ കേട്ടോ. അതും കൂടെ ആയാൽ നമുക്ക് അങ്ങോട്ട് എടുക്കാം. നമ്മൾ പഴം നിറച്ചത് ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.